കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. We, the 90 students with our dear cinemas, is here with a mind-blowing episode. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. 1948 ജനുവരി 30. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ മതനിരപേക്ഷതയ്ക്ക് നേരിട്ട ആദ്യത്തെ ആഘാതമാണ് മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിലൂടെ സംഭവിച്ചത്. ഇന്ത്യയുടെ ആത്മാവിന് നേരെ വെടിയുതിർക്കപ്പെട്ടിട്ട് 77 വർഷങ്ങൾ. നാഥുറാം ഗോഡ്സെയുടെ തോക്കിൽ നിന്ന് ഉതിർന്ന വെടിയുണ്ടകൾക്ക് ഗാന്ധിജിയുടെ പ്രാണനെ മാത്രമേ അവസാനിപ്പിക്കാനായുള്ളൂ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാവ് ഉയർത്തിയ ആശയങ്ങൾ ഇന്നും സ്വതന്ത്ര ഇന്ത്യയുടെ ആത്മാവിൻ്റെ ശബ്ദമായി ഉയർന്നു കേൾക്കുന്നു. ഒരിക്കലും കെടാത്ത വഴിവിളക്ക് പോലെ, ഒരു നാളും ഒളിമങ്ങാത്ത ഒറ്റ നക്ഷത്രം പോലെ, കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലവും ആ മഹാത്മാവ് നമ്മോടൊപ്പമുണ്ട്. എല്ലാ വെളിച്ചവും ഇരുണ്ടു പോകുമ്പോൾ, എല്ലാ വഴികളും അടഞ്ഞു പോകുമ്പോൾ വഴി കാണിക്കാൻ വിളക്കായും വെളിച്ചമായും ആ മഹാത്മാവ് ഓരോ ഭാരതീയന്റെയും കൂടെയുണ്ട്. ധീരമാം സ്നേഹമേ ശാന്തി, ശാന്തി ഗീതമാണെന്നുമേ ഗാന്ധി. ആരാണു ഗാന്ധി, ആരാണു ഗാന്ധി? നിഴൽ ചുള്ളിയൂന്നി ചരിത്രത്തിലെന്നു നടന്നവൻ, താൻ തീർത്ത വറചട്ടിയിൽ വീണു താനെ പുകഞ്ഞവൻ. വെറുതെ കിനാവിൻ്റെ കഥകൾ പുലമ്പിയോ, കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി, കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞത് ഗാന്ധിജിയായിരുന്നു. നാട്ടുനന്മകൾ പൂത്തുലഞ്ഞ നമ്മുടെ നാട്ടിൻ പുറങ്ങൾക്ക് ഇന്ന് എന്ത് സംഭവിച്ചു? വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ചുട്ടരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നെ നന്മകൾ? കനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം. കനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം. ഒരുമയോടെ നമുക്കു നീങ്ങാം, തുയിലുണർത്തുക കൂട്ടരെ. ഒരുമയോടെ നമുക്കു നീങ്ങാം, തുയിലുണർത്തുക കൂട്ടരെ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഞാൻ മണ്ണായിരുന്നെങ്കിൽ, ജലമായിരുന്നെങ്കിൽ, പൂവോ പുല്ലോ പുഴയോ ആയിരുന്നെങ്കിൽ, പക്ഷികൾക്കൊപ്പം എനിക്ക് പാറി നടക്കാനായെങ്കിൽ ഭയപ്പെടാൻ എനിക്കൊന്നും ഉണ്ടാവില്ലായിരുന്നു. വളരുന്ന മരങ്ങൾക്കും കൊഴിയുന്ന ഇലകൾക്കും നടുവിൽ
ചേറിലും മണ്ണിലും പുല്ലിലും ഹൃദയം ചൊരിഞ്ഞ, മണ്ണിൻ്റെ ഹൃദയത്തിൽ അഭയം തേടിയ, മണ്ണിൻ്റെ കൈ പിടിച്ച് പിച്ചവെച്ച, ഒടുവിൽ മണ്ണിൽ തന്നെ തലചായ്ച്ചവരുടെ ചങ്ങാതിയാണ് ഞാനെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഭാരതത്തിൻ്റെ വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറാണ്. കവിഭാവനയുടെ സുഖത്തെയും ദുഃഖത്തെയും അടയാളപ്പെടുത്താനല്ല ടാഗോറിനെ കൂട്ടുപിടിച്ചത്. ഈ മണ്ണിലാണ് നാം പിച്ചവെച്ചത്. ഇവിടെ നിന്ന് തന്നെയാണ് നാം സ്വപ്നം കണ്ടത്. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായതും ഇവിടെ നിന്ന് തന്നെ. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാട് കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ. നീ എൻ്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാട് കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ. നീ എൻ്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ. അന്തിക്ക് വഴികൾ തെളിച്ചും സീമന്തത്തിൻ ചുണ്ടുവരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റു പകുത്തു കുളിർന്നില്ലേ. അന്തിക്ക് വഴികൾ തെളിച്ചും സീമന്തത്തിൻ ചുണ്ടുവരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റു പകുത്തു കുളിർന്നില്ലേ. മിഴിയലയിൽ നോവിൻ മഞ്ഞു പൊഴിച്ചു പുണർന്നില്ലേ. മിഴിയലയിൽ നോവിൻ മഞ്ഞു പൊഴിച്ചു പുണർന്നില്ലേ. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാട് കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ. നീ എൻ്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ. കാലചക്രം അതിൻ്റെ സമയം എടുത്തുകൊണ്ട് തന്നെയാണ് കറങ്ങുന്നതെങ്കിലും അതിവേഗത അതിനുണ്ടെന്ന് നമുക്ക് തോന്നും. കാരണം ഇന്നലെ കണ്ടതല്ല നമ്മൾ ഇന്ന് കാണുന്നത്. അങ്ങനെ ആവുകയും ചെയ്യരുത്. കൂരാക്കൂരട്ടിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാൽ നമുക്ക് തോന്നും അത് ചീവീട് കരയുകയാണെന്ന്. വാഹനത്തിനിടയിൽപ്പെട്ട് ഒരാൾ പിടയുന്നത് കണ്ടാൽ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നിന്നിറങ്ങി സ്മാർട്ട് ഫോൺ കയ്യിലെടുക്കും. വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ജീവന് വേണ്ടി കരയുന്ന ആ മനുഷ്യന്റെ വീഡിയോ ദൃശ്യം ലൈക്കുകൾക്ക് വേണ്ടി ഓടി നടക്കും. അടുത്ത വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ കരച്ചിൽ കേട്ടാൽ അതവിടെ ദിവസവും ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കും. എന്തു പറ്റി നമുക്ക്? നന്മയുടെ മിന്നാമിനുങ്ങുകളെ നമുക്ക് എവിടെയാണ് ദർശിക്കാൻ കഴിയുന്നത്? എന്തേ നാം ഇങ്ങനെ? നമ്മുടെ കൂടെപ്പിറപ്പുകൾ അശാന്തിയുടെ കറുത്ത പകലിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? വാതിൽക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമിന്നുള്ളില് വന്ന് നീയാം കടല് പ്രിയനേ നീയാം കടല്.
വാതിൽക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്. കാറ്റ് പോലെ വട്ടം വെച്ച് കണ്ണിടയിൽ മുത്തം വെച്ച് ശ്വാസമാകെ തീ നിറച്ച് നീന്ന റൂഹ് ഞാവൽ പഴക്കണ്ണിമയ്ക്കുന്നേ മൈലാഞ്ചിക്കാട്. അത്തറിൻ്റെ കുപ്പി തുറന്നേ മുല്ല ബസാറ്. ധിക്കരമൂളണ തത്തകളുണ്ട് മുത്തുകളായവ ചൊല്ലണതെന്ത്. ഉത്തരമുണ്ട് ഒത്തിരിയുണ്ട് പ്രേമത്തിൻ തുണ്ട് പ്രിയനേ പ്രേമത്തിൻ തുണ്ട്. വാതിൽക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്. പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. എങ്കിൽ കൂടാൻ എന്താണ് ഇത്ര മടി? ഇന്നലകളിലെ വൈകുന്നേരങ്ങൾ നമ്മളോട് ചിലത് പറയാതെ പറഞ്ഞു വെക്കുന്നില്ലേ? നാട്ടുവഴികളിൽ പോലും സ്നേഹം പൂത്തുലിഞ്ഞിരുന്ന ആ പഴയ കാലം. കറിയിൽ ഉപ്പിടാൻ നേരം ഉപ്പില്ലെന്ന് കണ്ട് അടുത്ത വീട്ടിലേക്ക് ഉപ്പിനെ വിളിച്ചു ചോദിക്കുന്ന വീട്ടമ്മമാർ ഉണ്ടാക്കി വെച്ച സൗഹൃദത്തിൻ്റെ കറിചേരുവകൾ. ഓലച്ചൂട്ട് കത്തിച്ച് അങ്ങ് അകലെയുള്ള വീടന്വേഷിച്ച് വരുന്നയാളെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ എത്തിച്ചു കൊടുത്ത കാലം. ആ കാലം നമ്മളിൽ നിന്ന് ചോർന്നു പോവുക തന്നെ ചെയ്തിരിക്കുന്നു. മന്ദാരച്ചിപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതി. പൊന്നും തീനും വയമ്പുമുണ്ടോ വാനം പാടിതെത്തൂവരുണ്ടോ. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചിപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതി. പൊന്നും തീനും വയമ്പുമുണ്ടോ വാനം പാടിതെത്തൂവരുണ്ടോ. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. നമ്മൾ പോലും അറിയാതെ നമുക്കിടയിൽ ആരൊക്കെയാണ് വേദന മാത്രം തിന്ന് ജീവിക്കുന്നത്? ആലംബം ഇല്ലാത്തവരുണ്ട് നമുക്കിടയിൽ. രോഗശൈലിയിൽ ജീവിതം ഇഷ്ടമില്ലാതെ തള്ളി നീക്കുന്നവരുമുണ്ട്. കാഴ്ചയില്ലാതെ വർണ്ണങ്ങളിൽ പുഞ്ചിരി ചാലിക്കാൻ കഴിയാത്തവർ, പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവർ. താങ്ങാകാൻ നമുക്ക് കഴിയില്ലേ? കഴിയണം. നമ്മുടെ നാട്ടു നന്മകൾ തളിർക്കണം, പൂത്തുലയണം. അയൽപക്ക സൗഹൃദ കൂട്ടായ്മകളിലൂടെ ഗ്രാമ മനസ്സിൻ്റെ നൈർമല്യം വീണ്ടെടുക്കണം. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുരുന്നു കൊനു ചിറകുമായി വരിക ശലഭമേ. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുരുന്നു കൊനു ചിറകുമായി വരിക ശലഭമേ. സൂര്യനീ
ധ്യാനിക്കുമീ പൂ പോലെ ഞാൻ മിഴിപ്പൂട്ടവേ സൂര്യനെ ധ്യാനിക്കുമീ പൂ പോലെ ഞാൻ മിഴിപ്പൂട്ടവേ വേനൽ കൊള്ളും നേറുകിൽ മെല്ലെ നീ തൊട്ടു കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുരുന്നു കൊനു ചിറകുമായി വരിക ശലഭമേ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. മതവൈരം തൊട്ട് തീണ്ടാത്ത നാടാണ് നമ്മുടേത്. ഓണവും വിഷുവും പെരുന്നാളും ക്രിസ്തുമസും കല്യാണവും വീടുകൂടലുമെല്ലാം ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്ന നമ്മുടെ നാട്. അഭിപ്രായങ്ങളിൽ വ്യത്യസ്തതയുണ്ടാകുമ്പോഴും ഞാനാണു നീ, നീയാണു ഞാൻ, ഞങ്ങളാണു നിങ്ങൾ, നിങ്ങളാണു നമ്മൾ എന്ന ചിന്ത നമുക്കുണ്ടാകണം. നാട്ടുനന്മകൾ പൂത്തുലയട്ടെ. നമസ്കാരം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. സ്വതന്ത്ര ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനം സമുചിതമായി ആചരിച്ചു. എറണാകുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ഷാരോൺ പനക്കൽ പതാക ഉയർത്തി. തുടർന്ന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പരേഡുമുണ്ടായിരുന്നു. ജനുവരി 30 രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം ആചരിച്ചു. പറവൂർ സബ് ജില്ലാ കായികമേള 2024-25 ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സെന്റ് ഫിലോമിനാസ് LP സ്കൂൾ കരസ്ഥമാക്കി. LP മിനി ഗേൾസ്, LP കിഡീസ് ബോയ്സ്, LP കിഡീസ് ഗേൾസ് എന്നീ വിഭാഗങ്ങളിലെ കരുത്തുറ്റ വിജയത്തോടെ ഇത്തവണയും സെന്റ് ഫിലോമിനാസ് LPS ഓവറോൾ കിരീടം നേടി. SSLC പരീക്ഷയ്ക്കൊരുങ്ങുന്ന കുട്ടികൾക്കായുള്ള തീവ്ര പരിശീലന ക്ലാസുകൾ വിദ്യാലയത്തിൽ ഊർജ്ജസ്വലമായും കാര്യക്ഷമമായും നടത്തിവരുന്നു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. റേഡിയോ പ്രയോറിലെ ഈ ആഴ്ചയിലെ എപ്പിസോഡിന് നിറം നൽകിയവർ അമിയ അനീസ്, അനഘ S നായർ, ഏഞ്ചൽ സന്തോഷ്, അമയ അരുൺ, ഹന്ന ആന്റണി, ഹെൽന പീറ്റർ എന്നിവരാണ്. റേഡിയോ പ്രയോർ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. Thank you dears for being with us. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം.